അതുപോലെ തന്നെ ഫെമിനിസം ആക്ടിവിസം സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിൽ. അന്നത്തെ അവസ്ഥ എന്താണ്? സതി പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു, ശൈശവ വിവാഹം പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫെമിനിസം പോലെയുള്ള ഒരു ഐഡിയോളജി നിലവിൽ വന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോ എന്താ? എവരിബഡി ഗോട്ട് റൈറ്റ്. അത് ബുക്കിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണ്ടേ? സുപ്രീം ലോ ആണ്, സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആണിനായാലും പെണ്ണിനായാലും പല സാഹചര്യത്തിലും നിയമങ്ങൾ ഇപ്പൊ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം നിയമങ്ങൾ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിയമവശാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അത്ര നിയമപരിരക്ഷയുടെ ആണുങ്ങൾക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. സ്ത്രീകൾക്ക് നിയമത്തിൽ ഇവിടെ പ്രാവർത്തികമാകുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണുങ്ങളിലും അത് പൗരന്മാർക്ക് എല്ലാവർക്കും ആ പ്രശ്നം വരുന്നുണ്ട്. അല്ല സ്ത്രീകൾക്ക് മാത്രമല്ല അത് കിട്ടാത്തത്. സത്യം പറ, ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. പറയൂ. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 50 ക്ലോസ് മാത്രമല്ല, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. എന്താ അറിയോ? ഈ നാട്ടിലെ സിറ്റിസൺ എല്ലാവരും ഡിഗ്നിറ്റി ഓഫ് ദ വുമണിനെ കീപ്പ് ചെയ്യണം. അതൊരു ആർട്ടിക്കിളാണ്, നിങ്ങൾക്ക് അറിയോ? അത് പഠിച്ചിട്ട് ആദ്യം. Feminism is for everybody. മൈരാണ് സന തോന്നിയായിരിക്കും. Men's rape, men's sexual abuse, men's health, mental health issues. ഇത് എല്ലാ ഫെമിനിസം ആണ് സംസാരിച്ചത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. Give me one incident. Men's right to care for their children. ആണുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഫെമിനിസ്റ്റുകൾ ചെയ്യുന്ന അപ്പ പറയുന്നതാണ് സ്ത്രീ കുട്ടികളെ നോക്കുന്നത്. അതിന് പിന്നെ വേറൊരു കഥയുണ്ട്. അതല്ലാതെ ആണുങ്ങളുടെ ഓപ്പറേഷന് വേണ്ടി എന്തെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻ. ഷാജി കേട്ടാ ഇവിടെ ഫെമിനിസം എല്ലാവരുടെയും ശബ്ദം തുല്യ നിലയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 14 തന്നെ പറയുന്നത് ഈക്വാലിറ്റി ഫോർ ഓൾ ഓഫ് us. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, അത് ചമ്മി. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, ഞങ്ങളുടെ ഭരണഘടന ഈക്വാലിറ്റി അല്ലാണ്ട് വേറെ ആരും തരണ്ട. This is my explanation. When I took my mic, you started to interrupt me. ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. എന്താ ഉറക്കം വരുന്നു? എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റോ ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. നിങ്ങൾ പറഞ്ഞു വോട്ടവകാശം സ്ത്രീകൾക്ക് നേടിത്തന്നത് ഫെമിനിസം ആണെന്ന്. എമിലിയ ബാങ്കറസ്റ്റ് പോലും തുടങ്ങി വെച്ച ഫസ്റ്റ് വേവ് ഫെമിനിസം വോട്ടവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല തുടങ്ങിയത്. ആ സമയത്ത് ടാക്സ് കൊടുക്കുന്ന എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. അന്ന് ബ്ലാക്ക് സൈഡിലുള്ള ആൾക്കാർക്ക് വോട്ടവകാശം കിട്ടി തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ടാക്സ് അടക്കാത്ത വൈറ്റ് വുമൺ വൈ ആർ വി ബ്ലാക്ക് മെൻ ഓർ ബ്ലാക്ക് വുമൺ മോർ പ്രിവിലേജ് ദാൻ അസ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചൊരു സാധനമാണ് ഫെമിനിസം. ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഫെമിനിസം എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത് ചാൾസ് ഫോറിയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഉട്ടോപ്യൻ ഒരു തിയറിസ്റ്റ്. ആ പുള്ളി അത് എഴുതിയത് തന്നെ ഒരു എന്താ പറയാ വേശ്യാലയത്തിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഒരു വാക്ക് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കോയിൻ ചെയ്തിട്ടില്ല ഫെമിനിസമേ എന്ന് പറയുന്ന വാക്ക്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കൂട്ടം വെളുത്ത സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് മാത്രമായിരുന്നു ആ സമയത്ത്. ബ്ലാക്ക് സൈഡിലുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. അവർക്ക് കിട്ടുന്ന 1965 19th അമെന്റ്മെന്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവർ ഒരു കൂട്ടം വെള്ള സ്ത്രീകൾ അവർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയായിരുന്നു ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും വോട്ടവകാശം കിട്ടിയിട്ടില്ല. ഈ ജെൻഡർ എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ കോൺസ്ട്രക്ട് ആണ് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ബയോളജിയെ പൂർണ്ണമായും ഡിനൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഫെമിനിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണം, അല്ലെ ഫെമിനിസം, ഇതിനോടൊന്നും എതിർപ്പില്ല. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമത്തിന് തുല്യമായിട്ടുള്ള പുരുഷന്മാർക്ക് നിയമം ഉണ്ടോ ഇവിടെ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. We are living in a very cruel society. BNS-ലെ ഒരുപാട് ആർട്ടിക്കിൾസ് കോട്ട് ചെയ്ത് പറയാൻ പറ്റും. 63 അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനത്തെ ഒരു റൈറ്റ് പറയാൻ പറ്റും. റേപ്പിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു പുരുഷൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഒരു റിവേഴ്സ് സൈക്കോളജി ഇല്ല, അല്ല അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല, അങ്ങനെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും ഇല്ല. അപ്പച്ച നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണ്ട, അല്ലെ ഫെമിനിസം ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഫെമിനിസം ഒരു വലിയ എന്താ പറയുക ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫെമിനിസം ഇസ് ജസ്റ്റ് ആൻ ഐഡിയോളജി. നിങ്ങൾ ഒരിക്കലും പുരുഷന്മാർക്ക് വാദിക്കുന്നില്ല. പുരുഷന്മാർക്ക് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കുന്നില്ല.
ഇപ്പോൾ പോക്സോ കേസസ് അതിൽ ഒരുപാട് ബോയ്സ് മറുഭാഗത്ത് പ്രെഡേറ്റർ ഫീമെയിൽ ആയിരിക്കും. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞാൽ ടോട്ടലി ഈ കേസസ് ഇല്ലാതാവുകയാണോ? 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണോ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ നമ്മുടെ നിയമത്തിലില്ല. നമ്മുടെ നിയമം കാണുന്നത് മെയിൽ ഇസ് എ പ്രെഡേറ്റർ എന്ന രീതിയിലാണ്. ഈ സ്ത്രീകൾക്ക് വേണ്ടി നിയമം കൊണ്ടുവരാൻ സ്ത്രീകൾ വളരെയധികം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ടാണ്. പുരുഷന്മാരെ കഷ്ടപ്പെടുന്ന No. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, See, the thing is, men's issues പോലും റേസ് ചെയ്യുന്ന ഫെമിനിസ്റ്റുകളാണ്. കണ്ടിട്ടില്ല. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല? I'm sorry, I'm really sorry for it. See, I'm really sorry for it. Please understand. There was a section 377 which gave sexual abuse in the protection for men. അതെടുത്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ വഴിയില്ല. ഞങ്ങളല്ല ബൈ ഫെമിനിസ്റ്റുകൾ ഒരിക്കലും അതെടുത്ത് കളയാൻ പറഞ്ഞിട്ടില്ല. We are the one. No, ഞങ്ങളുടെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പിന്നെ അഡമന്റ് ആയിട്ട് നിങ്ങൾ ഞങ്ങൾ എന്താ നിങ്ങൾ ഈ കണ്ടപ്പോ മനസ്സിലായോ? ഞങ്ങളുടെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലായോ? ഡ്യൂ പ്രോസസ് ഫെമിനിസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്താണെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? പറഞ്ഞു തീർത്തില്ല. ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല. Allow me to speak. That is why I told that വിവേചനത്തിന്റെ വ്യത്യസ്ത അതിരുകൾ പരിശോധിക്കുന്നതാണ്. അല്ല എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? Feminism is not a dogma. അതിനെ അളക്കരുത്. കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ അസുഖമുള്ളവന്മാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം, അല്ലാതെ നടു റോട്ടിൽ മേയാൻ വിടരുത്. സാവിത്രിബായി ഫൂലെനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിസ്റ്റർ നിവേദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവരൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. മലാല യൂസഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാനിൽ ജനിച്ചു മലാല യൂസഫ്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതായത് ചെറിയ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിരുന്നു. അവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. സ്വന്തം ഫേസ്ബുക്ക് റീച്ചിന് വേണ്ടി, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി വീഡിയോ എടുത്ത് കൊലപാതകം ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. പുരുഷന്മാരുടെ പ്രശ്നങ്ങളും ഈ പേട്രിയാർക്കിയുടെ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഒന്നിച്ചു നിന്നിട്ടാണ്. പക്ഷെ അതിന് ഫെമിനിസം എന്ന് പറയുന്ന ലേബൽ എന്തിനാണ്? ഇഗാലിറ്റേറിയനിസം എന്ന് പറയുന്ന സ്ത്രീയും കാണിക്കുന്ന ഇഗാലിറ്റേറിയനിസം എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നതിന് സ്ത്രീകളെ മാത്രം കാണിക്കുന്ന ഫെമിനിസം എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്ന എന്തിനാണ്? എല്ലാരും കൂടെ ശവത്തി കുത്താടാ. സോ ലേറ്റസ്റ്റ് ഫെമിനിസം ബിലീവ് വുമൺ എന്ന് അഡമന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഫൈൻഡ് ഫാക്ട്സ് ആൻഡ് എൻഷുർ ജസ്റ്റിസ് ആണ്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. മാഡം ഒരു പരാതി കൊടുത്താൽ ഫാക്ട് എവിടെ ചെക്ക് ചെയ്യും? എന്നെ പിടിച്ച് അകത്തിടും. ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ പേടിച്ചിട്ടാ പറയുന്നത്. നിങ്ങളൊരു പരാതി കൊടുത്താൽ മോഡസ്റ്റി ഓഫ് ദ വുമണിനെ ഈ സാറ് എന്നെ ചെയ്യുന്ന ഒരു പരാതി കൊടുത്താൽ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുക്കും. അവിടെ ഫാക്ട് ചെക്കിംഗ് ഒന്നുമില്ല. ഈ ചർച്ചയിൽ ഉടനീളം വളരെ മനോഹരമായിട്ട് പോകുന്ന ചർച്ചയിൽ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ, സ്ത്രീകൾ വൈകാരികമായിട്ട് പിന്നിലാണ് എന്ന് പറയട്ടെ, ആ വൈകാരികത മുതലെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് പലപ്പോഴും ഫെമിനിസത്തിന്റെ വാദികൾ തന്നെയാണ്. എന്നിട്ട് പിന്നീടും പറയുന്നത് നിങ്ങൾ അഗ്രസീവ് ആവുന്നു എന്നാണ്. അപ്പൊ അതിലൊക്കെ ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഫെമിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പിന്നെയും പുരുഷന്റെ താഴേക്ക് പോകേണ്ടി വരിക എന്നുള്ളൊരു അർത്ഥമാണ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി.